Welcome to MS Horror Media. ഹായ് ഫ്രണ്ട്സ്, ഹൊറർ സ്റ്റോറികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും MS ഹൊറർ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് 3 അനുഭവ കഥകളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ കഥകൾ ചിലത് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിരിക്കാം. കാരണം ഞാൻ നമ്മുടെ ഫസ്റ്റ് ചാനലിൽ ആദ്യ സമയത്ത് ഈ കഥകളെല്ലാം അപ്ലോഡ് ചെയ്തതാണ്. അന്ന് ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊന്നും നമ്മുടെ ചാനലിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വ്യൂസ് വളരെ കുറവായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ ചിലർ മാത്രമായിരിക്കും ഈ കഥ കേട്ടിരിക്കാൻ ചാൻസ് ഉള്ളത്. എന്നാൽ ഏറെ ബോറടിപ്പിക്കുന്നില്ല, കഥ പറയട്ടെ. ഈ കഥ സംഗീതയ്ക്കുണ്ടായ ഒരു അനുഭവമാണ്. അത് സംഗീതയുടെ പോയിന്റ് ഓഫ് വ്യൂവിലൂടെ ഞാൻ നിങ്ങളോട് പറയാം. എന്നാൽ കഥ കേട്ടോളൂ. എൻ്റെ പേര് സംഗീത. എൻ്റെ കുട്ടിക്കാലത്ത് എനിക്കുണ്ടായ ഒരു അനുഭവമാണിത്. അന്ന് എനിക്ക് 9 വയസ്സുണ്ടായിരുന്നു. മിക്ക വേനലവധികളും ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലാണ് ആഘോഷിച്ചിരുന്നത്. അക്കൊല്ലവും എൻ്റെ അമ്മ എൻ്റെ അവധിക്കാലം ആഘോഷിക്കുവാനായി അമ്മയുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. അമ്മയുടെ വീട് കുമരകത്താണ്. എനിക്ക് ആ സ്ഥലം വലിയ ഇഷ്ടമാണ്. കായലും തോടും നെൽപ്പാടങ്ങളും നിറഞ്ഞ ആ സ്ഥലം. അമ്മമ്മയുടെ വീടിന് ചുറ്റുവട്ടത്തായി എനിക്ക് ഒത്തിരി കൂട്ടുകാരുണ്ടായിരുന്നു. അവരോടൊപ്പം കളിച്ചും ചിരിച്ചും എൻ്റെ ഓരോ അവധി ദിനങ്ങളും കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. അന്ന് ഉച്ചയൂണ് കഴിഞ്ഞ് അമ്മമ്മ പതിവ് പോലെ ഒന്ന് മയങ്ങാനായി മുറിക്കകത്തേക്ക് നടന്നു. അമ്മമ്മയെ കൂടാതെ ആ വീട്ടിൽ അമ്മാവൻ, അമ്മായി, അവരുടെ 2 ആൺമക്കളുമുണ്ട്. അമ്മാവന് അടുത്തൊരു റൈസ് മില്ലിൽ ജോലിയുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം രാവിലെ തന്നെ അവിടേക്ക് പോകും. അമ്മാവൻ്റെ 2 ആൺമക്കളും എന്തോ ആവശ്യത്തിനായി അന്ന് പുറത്തെവിടേക്കോ പോയിരിക്കുകയായിരുന്നു. കുറേ നേരം ഞാൻ TV കണ്ട് സമയം ചിലവഴിച്ചെങ്കിലും പിന്നെ അത് തുടരാൻ എനിക്ക് സാധിച്ചില്ല. അമ്മായി കണ്ടാൽ അധികം പുറത്തേക്കൊന്നും എന്നെ വിടാറില്ല. എപ്പോഴും ഞാൻ കൺവട്ടത്ത് തന്നെ കാണണമെന്ന് അമ്മായിക്ക് ഏറെ നിർബന്ധമാണ്. ഒറ്റയ്ക്കിരുന്ന് മടുത്തപ്പോൾ ഞാൻ അമ്മായി കാണാതെ പുറത്തേക്കിറങ്ങി. വീടിന് ചുറ്റും ശീമക്കൊന്ന കൊണ്ടുള്ള വേലിയാണ്. ഞാൻ ആ വേലിക്ക് പുറത്ത് കടന്ന് ദൂരേക്ക് നോക്കി. വേലിക്കപ്പുറം ടാറിട്ട റോഡാണ്. അതിന് ഇരുവശവും വലിയ പാടശേഖരമാണ്. കുറച്ചകലെയായി എൻ്റെ കുറച്ച് കൂട്ടുകാർ പാടത്തെ വെള്ളത്തിൽ തോർത്തു മുക്കി കുഞ്ഞു മീനുകളെ പിടിക്കുന്നുണ്ട്. ഞാൻ വേലിക്ക് നിന്നുകൊണ്ട് വീടിനകത്തേക്ക് നോക്കി. അമ്മായിയുടെ തലവെട്ടം അവിടെ എങ്ങും കാണാതായപ്പോൾ എനിക്ക് വലിയ ആശ്വാസം തോന്നി. പിന്നെ ഒട്ടും സമയം കളയാതെ ഞാൻ അവിടെ നിന്ന് ഒറ്റയോട്ടത്തിന് കൂട്ടുകാരുടെ അരികിലെത്തി. വെയിൽ താഴ്ന്നതിനാൽ പാടവരമ്പത്ത് നിൽക്കാൻ അധികം പ്രയാസം തോന്നിയില്ല. പാടവരമ്പത്തിരുന്ന ചില്ലുകുപ്പിയിലേക്ക് ഞാൻ കൊതിയോടെ നോക്കി. പാടത്ത് നിന്ന് പിടിച്ച പരൽ മീനുകളും ചെറു ചെമ്മീനുകളും കുപ്പിയിൽ നീന്തി തുടിക്കുന്നു. ചില പൊടിമീനിന്റെ ചെതുമ്പലിന് മഴവില്ലിന്റെ നിറമാണ്. കുറേ നേരം ഞാൻ പരൽമീനുകളെ ഇമവെട്ടാതെ നോക്കി നിന്നു. ആ പാടത്ത് നിറയെ ആമ്പൽപ്പൂക്കൾ വിരിഞ്ഞു നിന്നിരുന്നു. പാടത്തെ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് തോർത്തിൽ മീൻ പിടിക്കുന്ന എൻ്റെ കൂട്ടുകാരോട് ഞാൻ ആ ആമ്പൽപ്പൂക്കൾ പറിച്ചു തരാൻ പറഞ്ഞെങ്കിലും അവരത് കേട്ടതായി ഭാവിച്ചില്ല. ആ പാടത്തിനരികിലൂടെ ഒരു ചെറിയ തോട് ഒഴുകുന്നുണ്ട്. ഞാൻ വിഷമത്തോടെ അങ്ങോട്ട് നടന്നു. അതിന്റെ കരയിൽ ഇരുന്നു കൊണ്ട് ഞാൻ തോട്ടിലെ വെള്ളത്തിലേക്ക് കാലുകൾ ഇറക്കി വെച്ചു. തണുത്ത വെള്ളത്തിലേക്ക് കാലുകൾ ഇറക്കി വെച്ച് ഞാനങ്ങനെ കുറച്ചു നേരം ഇരുന്നു. ആ തോടിന്റെ നടുക്ക് വലിയ ആമ്പൽപ്പൂക്കൾ വിരിഞ്ഞു നിൽപ്പുണ്ട്. പക്ഷേ കയ്യെത്തി പറിക്കാനുള്ള ദൂരത്തിലല്ല അവ നിന്നിരുന്നത്. വെള്ളത്തിലേക്കിട്ട കാലുകൾ ഇളക്കിക്കൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കൂട്ടുകാരെ നോക്കി. അവർ മീനുകളെ പിടിച്ചുകൊണ്ട് അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. തോട്ടിലെ വെള്ളത്തിൽ കാലിട്ടടിച്ചുകൊണ്ടിരുന്ന ഞാൻ പെട്ടെന്ന് അത് ശ്രദ്ധിച്ചു. എൻ്റെ ഇടത് കാലിലെ കൊലുസ് അത് കാണുന്നില്ല. അത് ആ വെള്ളത്തിലാണോ പോയത് അതോ മറ്റെവിടെയെങ്കിലും ആണോ നഷ്ടപ്പെട്ടതെന്ന് എനിക്കറിയാനായില്ല. എന്തായാലും വീട്ടിലറിഞ്ഞാൽ വഴക്ക് കേൾക്കുമെന്നത് ഉറപ്പാണ്. ഞാൻ വേഗം തോട്ടുവക്കത്തു നിന്ന് എണീറ്റു. തോട്ടുവരമ്പത്തും പാടവരമ്പത്തും ഞാൻ ആ കൊലുസ് തിരഞ്ഞെങ്കിലും അത് എങ്ങും നിന്ന് കണ്ടെത്തിയില്ല. വീട്ടുകാരുടെ വഴക്ക് ഭയന്ന് ഞാൻ ആ തോട്ടുവക്കത്ത് തന്നെ ഇരിപ്പുറപ്പിച്ചു. തോടിന്റെ കരയിൽ ഇരുന്നു കൊണ്ട് കൊലുസ് ആ വെള്ളത്തിലെങ്ങാനും വീണു പോയിട്ടുണ്ടോ എന്നറിയാനായി ഞാൻ നന്നെ കുനിഞ്ഞ് വളരെ ശ്രദ്ധിച്ച്
വെള്ളത്തിലേക്ക് നോക്കുന്ന നേരത്ത് ആരോ എന്റെ പിന്നിൽ നിന്ന് എന്നെ ആ വെള്ളത്തിലേക്ക് തള്ളിയിട്ടു. വെള്ളത്തിൽ വീണ ഉടനെ ഞാൻ കരയിലേക്ക് നോക്കി. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ആഴമുള്ള ആ തോട്ടിൽ കിടന്ന് ഞാൻ കൈകാലിട്ടടിച്ചു. എന്റെ കരച്ചിൽ കേട്ട് പാടവരമ്പത്ത് നിന്ന് എന്റെ കൂട്ടുകാർ ഓടിയെത്തി. ഒട്ടും സമയം കളയാതെ അവർ കയ്യിലിരുന്ന് തോർത്ത് എന്റെ നേർക്കെറിഞ്ഞു. ഞാൻ ആ തോർത്തിന്റെ തുമ്പിൽ പിടിച്ച് മുങ്ങിപ്പോകാതെ നിന്നു. ആ സമയം എന്റെ കൂട്ടുകാർ ചേർന്ന് എന്നെ ഒരുവിധം കരക്കെത്തിച്ചു. കരക്കെത്തിയ നിമിഷം തന്നെ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ആരാണ് എന്നെ തോട്ടിലേക്ക് തള്ളിയിട്ടത്? എന്റെ ആ ചോദ്യം കേട്ട് അവർ കൈമലർത്തി. ഞാനങ്ങനെ വിഷമിച്ചിരുന്ന ആ നേരത്ത് എന്റെ കൂട്ടുകാരിൽ ഒരുവൻ പറഞ്ഞു, നീ എന്തിനാ ഈ തോട്ടുവക്കത്തേക്ക് വന്നത്? ഇവിടെ ഇന്നാളൊരു ദിവസം ഒരു ചേട്ടൻ ഈ തോട്ടിൽ വീണ് മരിച്ചതാ. അങ്ങേർക്ക് ചുഴലിയുടെ അസുഖമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഇങ്ങോട്ടേക്ക് വരാറില്ല. അങ്ങനെയൊന്ന് കേട്ടപ്പോൾ ഞാൻ ആകെ ഭയന്ന് വിറച്ചു. വേഗം ഞാൻ ആ തോട്ടും വക്കത്തിൽ നിന്ന് എണീറ്റ സമയത്ത് കൂടെ ഉണ്ടായിരുന്നവർ അവിടെ നിന്ന് ഓടിപ്പോയിരുന്നു. പിന്നെ ഞാനും അവിടെ നിന്നില്ല. വേഗം അവിടെ നിന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഓടി. ഓടുന്ന കൂട്ടത്തിൽ ഉടുത്തിരുന്ന എൻ്റെ നീലൻ പട്ടുപാവാടയിൽ ചവിട്ടി ഞാൻ പാടവരമ്പത്ത് അലച്ചു തള്ളി താഴെ വീണു. ആ സമയം എൻ്റെ മുടിയിൽ പിടിച്ച് ശക്തിയായി ആരോ വലിച്ചു. ഞാൻ ഒരുവിധം ചാടിപ്പിടഞ്ഞെണീറ്റ് വീട് ലക്ഷ്യമാക്കി വീണ്ടും പാഞ്ഞു. എൻ്റെ ദേഹത്ത് നിറയെ പാടത്ത് ചെളിയായിരുന്നു. ചെളിയിൽ പുരണ്ട എന്നെ കണ്ടപ്പോൾ അമ്മായി കാര്യം തിരക്കി. ഞാൻ കാല് തെറ്റി പാടത്ത് വീണതാണെന്ന് കള്ളം പറഞ്ഞ് തൽക്കാലം രക്ഷപ്പെട്ടു. പക്ഷേ അന്ന് രാത്രി എനിക്കുറങ്ങാൻ സാധിച്ചില്ല. ഞാനും അമ്മുമ്മയും ഒരു മുറിയിലാണ് കിടന്നിരുന്നത്. പക്ഷേ 2 കട്ടിലായിരുന്നു ഞങ്ങൾ കിടന്നത്. 2 കട്ടിലും 2 ഭിത്തികൾക്കരികിലായിരുന്നു ഇട്ടിരുന്നത്. ഉറക്കം വരാതെ ഞാൻ കട്ടിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. അങ്ങനെ അല്പനേരം കഴിഞ്ഞപ്പോൾ എന്റെ കണ്ണുകൾ അടഞ്ഞു. ആ സമയം എന്റെ കാലിൽ ആരോ മുറുക്കി പിടിച്ചു, പുറകോട്ട് വലിച്ചു. ഞാൻ കണ്ണു തുറന്നു നോക്കി. എന്റെ കാൽഭാഗത്തായി വെള്ളത്തിൽ നിന്ന് മുങ്ങി നിവർന്നതുപോലെയുള്ള ഒരു രൂപം നനഞ്ഞു കുളിച്ചു നിൽക്കുന്നു. ആ രൂപത്തിന്റെ കൈകൾ എന്റെ കാൽ പിടുത്തമിട്ടിരിക്കുന്നു. പേടിച്ചു വിറച്ച എന്റെ കൈകളോ കാലുകളോ എനിക്ക് അനക്കാൻ സാധിച്ചില്ല. അലറിക്കരയുവാനായി നാവ് ഉയർത്തിയെങ്കിലും എന്റെ നാവ് ചലിച്ചതേയില്ല. മുറിയിലെ ലൈറ്റ് അണച്ചിരുന്നതിനാൽ എന്റെ കാൽക്കൽ നിൽക്കുന്ന ആ രൂപത്തെ വ്യക്തമായി കാണാനും എനിക്ക് കഴിഞ്ഞില്ല. പക്ഷേ അയാളുടെ ദേഹത്തിൽ നിന്ന് വെള്ളത്തുള്ളികൾ താഴേക്ക് ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു. പുറത്തെ ലൈറ്റിന്റെ വെട്ടം വെന്റിലേഷൻ വഴി ചെറുതായി അകത്തേക്ക് വരുന്നുണ്ട്. ആ അരണ്ട വെളിച്ചത്തിൽ എന്റെ കാൽ പിടിച്ച ആ ആളിന്റെ മുടി നന്നേ ചുരുണ്ടതായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എന്റെ കൈയും കാലും നാവ് പോലും മറച്ചു പോയിരുന്നു. മുന്നിൽ നിൽക്കുന്ന ആളെ കാണാൻ കഴിയുന്നുണ്ടെങ്കിലും എനിക്ക് ഒച്ച വയ്ക്കാനോ എണീറ്റൊന്ന് ഓടാനോ കഴിഞ്ഞില്ല. കുറേ നേരം ആ രൂപം എന്നെ നോക്കി നിന്നു. പിന്നീട് അത് അമ്മമ്മ കിടക്കുന്ന കട്ടിലിനരികിലേക്ക് നടന്നു. ഞാൻ ഒരു ശവത്തെ പോലെ അനക്കമില്ലാതെ കട്ടിൽ തന്നെ കിടക്കുകയായിരുന്നു. അമ്മമ്മയുടെ കാൽ ഭാഗത്തായി നിന്ന ആ രൂപം ഉറങ്ങിക്കിടക്കുന്ന അമ്മമ്മയെ തുറച്ചു നോക്കി. കുറച്ചു നേരത്തിന് ശേഷം ഞാൻ നോക്കി നിൽക്കെ അമ്മമ്മ ഉറക്കത്തിൽ നിന്നുണർന്നു. അമ്മമ്മ ഉണർന്നതോടുകൂടി ആ ആള് കട്ടിലിനരികിൽ നിന്ന് തിരിഞ്ഞു നടന്നു. അമ്മമ്മ നിശബ്ദമായി അയാളെ പിന്തുടർന്നു. മുറിയുടെ വാതിൽ എപ്പോൾ തുറന്നുവെന്ന് പോലും എനിക്ക് ഓർമ്മ വന്നില്ല. അമ്മമ്മ കൂനി കൂനി ആ രൂപത്തിന്റെ പിന്നാലെ നടന്നു നീങ്ങി. കട്ടിൽ കിടന്ന എന്റെ ശരീരത്തിന് അപ്പോഴും ചലനശേഷി തിരിച്ചു കിട്ടിയിരുന്നില്ല. വാതിലിന്റെ പുറത്തു കിടന്ന ആ മനുഷ്യൻ എന്നെ തിരിഞ്ഞൊന്ന് നോക്കി. ആ സമയത്ത് ഞാൻ അയാളുടെ മുഖം ആദ്യമായി കണ്ടു. ചുരുളൻ മുറിയിൽ നിന്ന് വെള്ളത്തുള്ളികൾ താഴെ കൊലിച്ചിറങ്ങുന്നു. ചുഴലിയുടെ അസുഖം വരുമ്പോൾ വായും നാവും കൂടിയതുപോലെ അയാളുടെ വായും നാവും ഒരു വശത്തേക്ക് കൂടിയിരുന്നു. ആ മുഖം കണ്ടപ്പോൾ ഞാൻ വല്ലാതെ ഭയന്നുപോയി. പിന്നെ ഞാൻ നോക്കി നിൽക്കെ അമ്മമ്മ ആ മനുഷ്യന്റെ പിന്നാലെ എങ്ങോട്ടോ പോയി. ഉറക്കത്തിൽ എന്നതുപോലെയായിരുന്നു മുത്തശ്ശിയുടെ നടപ്പ്. ഞാൻ കൈകാൽ അനക്കാനും ഒച്ച വെക്കാനും ശ്രമിച്ചെങ്കിലും അതെല്ലാം ആ സമയം എനിക്ക് അസാധ്യമായി തോന്നി. അങ്ങനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്കെന്റെ കൈകൾ അനക്കാൻ സാധിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ എന്റെ കാലുകളും നാവും ചലിച്ചു തുടങ്ങി.
ഞാൻ ഒച്ച വെച്ച് വലിയ വായിൽ കരഞ്ഞുകൊണ്ട് അമ്മായിയുടെ മുറിക്ക് നേരെ ഓടി. വാതിൽ തട്ടി അമ്മായിയെ വിളിച്ചുണർത്തി. എന്റെ കരച്ചിൽ കേട്ട് വീട്ടിലുള്ള എല്ലാവരും ഉണർന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആരും വിശ്വസിച്ചില്ല. പക്ഷേ അമ്മമ്മ മുറിയിൽ ഉണ്ടായിരുന്നില്ല. ആ ഇരുട്ടിൽ വീടിന്റെ പരിസരത്തെല്ലാം അമ്മാവൻ അമ്മമ്മയെ തിരഞ്ഞെങ്കിലും അമ്മമ്മ അവിടെ എങ്ങും ഉണ്ടായിരുന്നില്ല. നേരം വെളുക്കുവോളം അമ്മാവനും മക്കളും അമ്മമ്മയെ തിരഞ്ഞു നടന്നു. പക്ഷേ അമ്മമ്മയെ കണ്ടെത്താൻ അവർക്കായില്ല. ചുറ്റുവട്ടത്തുള്ളവരെല്ലാവരും വീട്ടിൽ ഓടിക്കൂടി അമ്മമ്മയെ അന്വേഷിക്കാൻ തുടങ്ങി. ആ സമയം എന്റെ മനസ്സിൽ ഒരു തോന്നലുണ്ടായി. കഴിഞ്ഞ രാത്രി നനഞ്ഞു കയറി വന്ന ആൾരൂപം തോട്ടിൽ വീണ് ചത്ത ചുഴലിദീനക്കാരൻ്റെതാണോ? ആ ചിന്തയിൽ എന്റെ നെഞ്ചടിച്ചു. ഞാൻ വിറക്കുന്ന കാലുകളോടെ അമ്മാവൻ അരികിലേക്ക് നടന്നു. കഴിഞ്ഞ രാത്രിയിലുണ്ടായ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തോട് വീണ്ടും പറഞ്ഞു. അമ്മാവൻ എന്റെ വാക്കുകൾക്ക് യാതൊരു വിലയും കൽപ്പിച്ചില്ല. ആ സമയം അവിടെ നിന്ന് ഒരു പ്രായം ചെന്ന മനുഷ്യൻ എന്റെ അടുത്തേക്ക് വന്ന് കാര്യങ്ങളെല്ലാം എന്നോട് വിശദമായി ചോദിച്ചറിഞ്ഞു. ഞാൻ തോട്ടിൽ വീണ കാര്യം മുതൽക്കേ ഓരോ കാര്യങ്ങളും വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞു കേൾപ്പിച്ചു. അയാൾ ഉടനെ തന്നെ അമ്മാവനെയും വിളിച്ചുകൊണ്ട് ആ തോട്ടിൻ കടവത്തേക്ക് നടന്നു. അവിടെ കണ്ട കാഴ്ച എല്ലാവരെയും ഞെട്ടിപ്പിച്ചു. തോടിനരികിൽ ആമ്പൽപ്പൂവുകളുടെ ഇടയിൽ അമ്മമ്മയുടെ സെറ്റുമുണ്ടിന്റെ ഒരു ഭാഗം കാണാമായിരുന്നു. തോട്ടിൻ വക്കത്ത് നിന്ന് അമ്മാവന്റെ ഉറക്കെയുള്ള അലറിക്കരച്ചിൽ കേട്ട് വീടിന്റെ പരിസരത്ത് കൂടി നിന്നവരെല്ലാം തോട്ടിൻ കരയിലേക്ക് ഓടി. അമ്മായിയുടെ കൈയും പിടിച്ച് ഞാനും അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു. അമ്മമ്മയുടെ ജീവനില്ലാത്ത ശരീരം തോട്ടിലെ വെള്ളത്തിൽ വീർത്ത് പൊന്തിക്കിടന്നിരുന്നു. അല്പനേരത്തിന് ശേഷം 1-2 പോലീസുകാർ അവിടെ എത്തി. അവരുടെ നിർദ്ദേശപ്രകാരം അമ്മമ്മയുടെ ശവശരീരം തോട്ടിൽ നിന്ന് കരയിലേക്ക് മാറ്റിയത് അയൽവക്കത്തുള്ളവരായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അമ്മമ്മയുടെ ബോഡി വീടിന് മുന്നിലെ വലിയ ഹാൾ കൊണ്ടുവന്ന് കിടത്തി. വിവരം അറിഞ്ഞ് എൻ്റെ അമ്മ എത്തിയപ്പോഴേക്കും ഞാൻ കരഞ്ഞുകൊണ്ട് എൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ശവസംസ്കാര ചടങ്ങിന് ശേഷം അവിടെ കൂടിയ ബന്ധുക്കൾ ചിലർ എന്നോട് അന്ന് രാത്രി ഉണ്ടായ സംഭവങ്ങൾ ചോദിച്ചറിഞ്ഞു. ആ തോട്ടിൽ പോയതിന് പലരും എന്നെ കുറ്റപ്പെടുത്തി. ആ കുറ്റപ്പെടുത്തലുകൾ എനിക്ക് താങ്ങാനായില്ല. പിന്നീടുള്ള 1 മാസക്കാലം ഞാൻ ഹോസ്പിറ്റലിൽ കയറിയിറങ്ങി. അമ്മമ്മയുടെ മരണകാരണം തോട്ടിൽ നിന്ന് എന്നോടൊപ്പം കൂടിയ ചുഴലിദീനക്കാരൻ്റെ ബാധയാണെന്ന് പലരും പറഞ്ഞു. ആ ഒരു അറിവിൽ എൻ്റെ കുഞ്ഞു മനസ്സ് വല്ലാതെ ഭയപ്പെട്ടു. മരുന്നും മന്ത്രവും കൗൺസിലിംഗും കൊണ്ട് എൻ്റെ മനസ്സിൽ കയറിക്കൂടിയ ഭയത്തെ മാറ്റാൻ മാസങ്ങളേറെ എടുത്തു. എന്നാലും ആ ആൾ അമ്മമ്മയെ കൊണ്ടുപോകാനായിരുന്നോ അതോ എന്നെ കൊണ്ടുപോകാനായിരുന്നോ കൂടെ വന്നത്? ഇനിയും ആ രൂപം എന്നെ തേടി വരുമോ? അറിയില്ല. ഉത്തരം കിട്ടാത്ത ഈ 2 ചോദ്യങ്ങൾ ഇപ്പോഴും എന്നെ വല്ലാതെ. ഇത് രാജേട്ടൻ്റെ അനുഭവമാണ്. രാജേട്ടൻ്റെ ഈ അനുഭവം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ഞാൻ നിങ്ങളോട് പറയാം. എൻ്റെ പേര് രാജൻ. ഞാനൊരു കോട്ടയംകാരനാണ്. ഞാനിവിടെ പറയാൻ പോകുന്ന ഈ സംഭവം 10-20 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു കാര്യമാണ്. കൃത്യമായ വർഷവും മാസവും ഒന്നും എനിക്ക് ഓർമ്മയില്ല. തണ്ണീർമുക്കം ബണ്ടിനപ്പുറം വെച്ചൂരിലാണ് എൻ്റെ വീട്. എൻ്റെ വീട് നമ്മുടെ വേമ്പനാട് കായലില്ലയോ, അതിൻ്റെ ഓരത്താ. ഇപ്പോഴാണ് കായലിൻ്റെ സൈഡ് വശം കോൺക്രീറ്റ് പിച്ചിങ് കെട്ടി തിരിച്ചിട്ടുള്ളത്. പണ്ട് അങ്ങനെയൊന്നില്ലായിരുന്നു. മഴ പെയ്ത് കായലിൽ വെള്ളം നിറയുമ്പോൾ കായൽ കരയിലേക്കങ്ങ് കയറും. കായലിനോർത്ത് താമസിക്കുന്ന മിക്കവരും മണ്ണിറക്കി കായലോരം നികത്തി സ്ഥലം കയ്യേറുമായിരുന്നു. അത് തടയാനായി കായലിനരികുവശം ഇപ്പോൾ പിച്ചിങ് കെട്ടി വേർതിരിച്ചിരിക്കുകയാണ്. തീരപ്രദേശത്ത് താമസിക്കുന്നതിനാൽ ഞങ്ങളെപ്പോലുള്ളവരുടെ ജീവനോപാധി മത്സ്യബന്ധനമാണ്. ചിലപ്പോഴെല്ലാം കായലിൽ നിന്ന് കക്ക വാരുകയും അത് വീടാന്തരം കൊണ്ടുപോയി വിൽക്കുകയും ചെയ്യും. ഇനി ഇത്തിരി കൂടി സെറ്റപ്പുള്ളവര് കായലിൽ കമ്പവല താഴ്ത്തി ചെമ്മീൻ പിടിച്ച് ഉപജീവനം നയിക്കും. വർഷകാലത്ത് കായലിലെ വെള്ളം ഉയരും. അപ്പോൾ തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടറുകൾ ഉയർത്തുന്നത് പതിവാണ്. ആ സമയത്ത് കായൽ നല്ല കുത്തൊഴുക്കുണ്ടാകും. ഈ സമയം മത്സ്യബന്ധനം ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു വർഷകാലത്ത് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാനിവിടെ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഞങ്ങളുടെ നാട്ടിൽ കങ്കാണി എന്ന് വിളിക്കുന്ന ഒരാളുണ്ട്. ഇദ്ദേഹത്തിന് ഇത്തിരി ബുദ്ധിക്കുറവാണ്. ഞങ്ങളുടെ നാട്ടിലെ അല്ലറ ചില്ലറ വേലകളൊക്കെ ചെയ്താണ്
കങ്കാണി ജീവിക്കുന്നത്. ചകിരി ചുമക്കല്, വിറക് കീറല്, കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ചു നൽകുക, ഇങ്ങനെയുള്ള പണികളാണ് കങ്കാണി നാട്ടുകാർക്കായി ചെയ്യുന്ന പണികൾ. കങ്കാണി എന്നുള്ളത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരല്ല കേട്ടോ. ഇനി അയാളുടെ ഒറിജിനൽ പേര് എന്താണെന്ന് ഒട്ടുമിക്ക പേർക്കും അറിയില്ല. കങ്കാണി എന്നുള്ള പേരിലാണ് എല്ലാവരും അയാളെ അറിയപ്പെടുന്നത്. പണിയില്ലാത്ത ചില അവസരങ്ങളിൽ ഞങ്ങൾ സാധാരണയായി കായൽ ഇറമ്പത്തിരുന്ന് ചീട്ട് കളിക്കും. 3000 കളിക്കുകയാണ് പതിവ്. പൈസ വെച്ച് കളിക്കുന്നതിനാൽ ആ സമയത്ത് ഒത്തിരി പേര് ചീട്ട് കളിക്കാനായി കായൽ ഇറമ്പത്ത് വരും. കായൽക്കാറ്റൊക്കെ കൊണ്ട് ഒരു ബീഡിയൊക്കെ വലിച്ച് കണ്ടൽക്കാടിനോട് ചേർന്നിരുന്ന് ഇങ്ങനെ ചീട്ട് കളിക്കുന്നത് ഒരു സുഖമുള്ള ഏർപ്പാടാണ്. ഇനി പൈസ ഇല്ലാത്ത സമയത്ത് സമയം പോകാനായി ഞങ്ങൾ സെറ്റ് കളിക്കാറുമുണ്ട്. അങ്ങനെ ഒരു വർഷകാലം രാവും പകലും അടാപിടി മഴ. പുറത്തിറങ്ങാൻ യാതൊരു രക്ഷയുമില്ല. കായലിലാണ് നിറയെ വെള്ളം, നല്ല ഒഴുക്കുമുണ്ട്. പോരാത്തതിന് ബണ്ടിന്റെ ഷട്ടർ തുറന്നു വെച്ചിരിക്കുകയാണ്. ബണ്ടിന്റെ ഷട്ടർ തുറക്കുന്ന സമയത്ത് ഒരു 10-15 ദിവസത്തേക്ക് ആരും കായൽ മീൻ പിടിക്കാനൊന്നും പോകില്ല. ആ സമയത്ത് നല്ല അടിയൊഴുക്കുണ്ടാകുന്നത് കൊണ്ട് അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തുടർച്ചയായി മഴ പെയ്യുന്നതിനാൽ മീൻപിടുത്തമൊന്നും നടക്കാതെയായി. കയ്യിലാണെങ്കിൽ ഒരു ബീഡി മേടിക്കാൻ പോലും കാശില്ലാതെയായി. ഒരു ഉച്ച കഴിഞ്ഞ നേരം ഞാൻ എൻ്റെ വീടിന്റെ പിന്നാമ്പുറത്ത് വരാന്തയിൽ അങ്ങനെ കിടക്കുകയായിരുന്നു. വരാന്തയിൽ ഒരു തഴപ്പ വിരിച്ചായിരുന്നു എൻ്റെ കിടപ്പ്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീട് കായലിറമ്പത്താണെന്ന്. വരാന്തയിൽ കിടന്ന് നോക്കിയാൽ നല്ല വെടിപ്പായി തന്നെ കായൽ കാണാം. കുട്ടനാടൻ പാടശേഖരങ്ങളിൽ നിന്നെല്ലാം നിറയെ മുള്ളംപായലിന്റെ കൂട്ടം വെള്ളപ്പാച്ചിലിൽ ഒഴുകി വന്ന് കായലിറമ്പത്ത് അടിഞ്ഞുകൂടിയിട്ടുണ്ട്. പായൽ മാത്രമല്ല, പ്ലാസ്റ്റിക്കും പഴന്തുണിക്കെട്ടും അങ്ങനെ പലതും കായലോരത്ത് അടിഞ്ഞുകൂടി കിടപ്പുണ്ട്. ഒന്ന് ചൂണ്ടയിടാൻ പോലും യാതൊരു രക്ഷയുമില്ല. മഴയൊന്ന് തോർന്നപ്പോൾ ഉച്ചക്ക് കൂട്ടാനുള്ള വകയ്ക്കായി ഞാൻ ചൂണ്ടക്കോലുമായി ഒന്ന് പയറ്റി നോക്കിയതാ. പക്ഷെ ചൂണ്ട മരച്ചില്ലയിലും പ്ലാസ്റ്റിക് കഷ്ണങ്ങളിലും മുടക്കി പല പ്രാവശ്യം പൊട്ടിപ്പോയപ്പോൾ ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ചു. അങ്ങനെ ചൂണ്ടക്കോല് മാറ്റിവെച്ച് ഞാൻ വരാന്തയിൽ വന്ന് പാ വിരിച്ചു കിടന്നു. അപ്പോഴും ചാറ്റൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഒരു ബീഡി കത്തിച്ച് ചുണ്ടിൽ തിരികെ തണുത്ത കായൽക്കാറ്റ് ആസ്വദിച്ചുകൊണ്ട് ഞാൻ കായലിലേക്ക് നോക്കി കിടന്നു. എപ്പോഴോ മേടിച്ച ബീഡിയായിരുന്നു അത്. മെത്തക്കടിയിൽ മറന്നുവെച്ച ആ ബീഡി കിട്ടിയപ്പോൾ എനിക്ക് ലോട്ടറി അടിച്ച സന്തോഷം തോന്നി. വലിയൊരു മഴ പെയ്യാനുള്ള ഒരുക്കത്തോടെ ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി. പരിസരം ആകെ ഇരുണ്ട് മൂടി കിടക്കുകയാണ്. അങ്ങനെ ഏറെ നേരം കഴിഞ്ഞപ്പോൾ കായൽക്കാറ്റേറ്റ് എനിക്ക് ഉറക്കം വരാൻ തുടങ്ങി. ഞാൻ ചുണ്ടിൽ ബാക്കിയായ ഇത്തിരി കുഞ്ഞൻ ബീഡിക്കുറ്റി ചാറ്റൽ മഴയിലേക്ക് വലിച്ചെറിഞ്ഞു. ഒന്ന് തിരിഞ്ഞു കിടന്നു. മഴ കനത്തു. കോരിച്ചൊരിയുന്ന മഴയുടെ ചറപറ ശബ്ദം എന്റെ കാതിലേക്ക് ഇരച്ചു കയറി. ആ സുഖമുള്ള ശബ്ദത്തിനോടൊപ്പമുള്ള കുളിരം ആസ്വദിച്ചുകൊണ്ട് ഞാൻ പായൽ ചുരുണ്ടുകൂടി കിടന്നു. കനത്ത ഇരുട്ട് ചുറ്റുപാടും നിറഞ്ഞു. കായലോട് തടിഞ്ഞുകൂടിയ മുള്ളംപായൽ കൂട്ടങ്ങളെ വകഞ്ഞു മാറ്റി ഒരാൾ നീന്തി നീന്തി കരയിലേക്ക് കയറി വന്നു. അയാളുടെ വരവോടെ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ടിരുന്ന തവളക്കൂട്ടങ്ങൾ പെട്ടെന്ന് നിശബ്ദരായി. കരയിലേക്ക് കയറി വന്ന ആ കറുത്ത തടിച്ച മനുഷ്യൻ എന്നെ തന്നെ തുറച്ചു നോക്കുകയായിരുന്നു. എന്റെ നാവും ശരീരവും തളർന്നു പോയതുപോലെ ഒരവസ്ഥ. ഞാൻ എണീക്കാനാവാതെ നീണ്ടു നിവന്ന് അങ്ങനെ പായയിൽ കിടന്നു. കോഴിമുട്ടയുടെ വെള്ള നിറമുള്ള അയാളുടെ കണ്ണുകളുടെ നോട്ടത്തെ എനിക്ക് അഭിമുഖീകരിക്കാനാവുന്നില്ലായിരുന്നു. പക്ഷേ ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്കെന്റെ കണ്ണുകൾ അടക്കാനായില്ല. ആ തടിച്ച മനുഷ്യൻ എന്റെ നേർക്ക് നടന്നടുത്തു. വെളുത്ത അരക്കയൻ ഷർട്ടിട്ട അയാളുടെ നെഞ്ചുഭാഗത്തുള്ള ബട്ടണുകൾ തുറന്ന് അലസമായി കിടക്കുകയായിരുന്നു. വീർത്തൊന്തി നിന്ന കുടവയറിന്റെ താഴെ ഭാഗത്തുള്ള ഷർട്ടിന്റെ 2 ബട്ടണുകൾ മാത്രമായിരുന്നു അയാൾ ഇട്ടിരുന്നത്. അരയിൽ വെളുത്ത നിറത്തിലുള്ള ഒരു ട്രൗസറാണ് അയാൾ ധരിച്ചിരുന്നത്. കായലിലെ വെള്ളത്തിൽ നിന്ന് നീന്തി കയറി വന്ന അയാളുടെ ദേഹത്ത് നിന്ന് വെള്ളത്തുള്ളികൾ ഇറ്റിറ്റ് താഴേക്ക് വീഴുന്നുണ്ടായിരുന്നു. ആ മനുഷ്യന്റെ വല്ലാത്ത രീതിയിലുള്ള നടപ്പ് കണ്ട് ഭയം കൊണ്ട് എന്റെ കണ്ണ് പുറത്തേക്ക് തള്ളി വന്നു. മഴയിൽ നിന്ന് അയാൾ വരാന്തയിലേക്ക് കയറി. 2-3 ചുവട് മുന്നോട്ട് വെച്ച ആ മനുഷ്യൻ എന്റെ അടുത്ത് പായിൽ വന്നിരുന്നു. അപ്പോഴും എനിക്കെന്റെ കയ്യോ കാലോ അനക്കാൻ കഴിഞ്ഞില്ല. പായിൽ എന്റെ തൊട്ടടുത്തായി വന്നിരുന്ന ആ തടിച്ചു വീർത്ത മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഒരു ഉളുമ്പ് മണം വരുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു ശവത്തെ പോലെ തന്നെ ഞാൻ കണ്ണും മിഴിച്ച് ആ മനുഷ്യനെ നോക്കിക്കൊണ്ട് അങ്ങനെ കിടന്നു.
അയാളുടെ ദേഹത്തു നിന്ന് ഒലിച്ചിറങ്ങിയ വെള്ളത്തിൽ എന്റെ ശരീരവും പായും നനഞ്ഞു കുതിർന്നു. ഏറെ നേരം ആ ഒരേ ഇരിപ്പ് തുടർന്ന അയാൾ പിന്നീട് എന്റെ തൊട്ടടുത്തായി വന്ന് കിടന്നു. ഞാൻ അപ്പോഴും അനങ്ങാനാവാതെ ഒരേ കിടപ്പ് കിടക്കുകയായിരുന്നു. എനിക്ക് ഒച്ച വെച്ച് അലറി കരണമെന്നൊക്കെ തോന്നുന്നുണ്ടായിരുന്നെങ്കിലും എന്റെ ശരീരം ഒന്നിനും വഴങ്ങുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അയാൾ എണീറ്റ് എന്റെ അരികിൽ കുത്തിയിരുന്നു. വെളുത്ത കണ്ണുകൾ കൊണ്ട് എന്നെ തുറിച്ചു നോക്കി. പിന്നീട് എണീറ്റ് നിന്ന് ദൂരേക്ക് വിരൽ ചൂണ്ടി കാണിച്ചു. കായലിൽ അടിഞ്ഞുകൂടി കിടന്ന പായൽക്കൂട്ടത്തിലേക്കാണ് അയാൾ വിരൽ ചൂണ്ടി കാണിച്ചത്. കണ്ടൽക്കാടിനോട് ചേർന്ന് നിന്ന വലിയൊരു പൂവരച്ചിന്റെ ചില്ലകൾ മുഴുവനും കായലിലേക്ക് ചാഞ്ഞു കിടക്കുകയായിരുന്നു. അതിനടിയിൽ പെയ്ത്ത് വെള്ളത്തോടൊപ്പം ഒഴുകി വന്ന പായൽക്കൂട്ടത്തിലേക്ക് വിരൽ ചൂണ്ടി ഒരു നോക്കുകുത്തിയെ പോലെ അയാൾ ഏറെ നേരം നിന്നു. പിന്നീട് വന്നതുപോലെ തന്നെ ആ മനുഷ്യൻ മഴയിലേക്കിറങ്ങി നടന്നു. കായലിലേക്കിറങ്ങി പായൽക്കൂട്ടങ്ങളിൽ എവിടെയോ അപ്രത്യക്ഷനായി. അയാൾ ഇരുട്ടിൽ മറഞ്ഞ ഉടനെ തന്നെ വലിയൊരു ഇടിവെട്ടി. ശവം പോലെ കിടന്ന ഞാൻ ആ നിമിഷം ചാടിപ്പിടഞ്ഞെണീറ്റു. സമയം എന്തായെന്ന് പോലും യാതൊരു നിശ്ചയവും എനിക്കില്ലായിരുന്നു. ചുറ്റും നിറഞ്ഞു നിന്ന ഇരുട്ടിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും മെനക്കെടാതെ ഞാൻ ഓടി വീടിനകത്ത് കയറി. അകത്ത് കട്ടിലിൽ കിടന്ന് എന്റെ ഭാര്യ ഉറങ്ങുന്നുണ്ടായിരുന്നു. ടേബിളിൽ എനിക്ക് വിളമ്പി വെച്ച ആഹാരത്തിനടുത്തായി ഒരു മണ്ണെണ്ണ വിളക്ക് അപ്പോഴും മടിച്ച് മടിച്ച് കത്തുന്നുണ്ടായിരുന്നു. വല്ലാത്തൊരു തലവേദനയും ശരീരത്തിന് ഒരു കുഴച്ചിലും അനുഭവപ്പെട്ട ഞാൻ ഭാര്യയെ വിളിച്ചുണർത്താതെ വേഗം വാതിലടച്ചു കിടന്നു. പിറ്റേ ദിവസം നേരമേറെ പുലർന്നതിന് ശേഷമാണ് ഞാൻ ഉറക്കമുണർന്നത്. ഉണർന്ന ഉടനെ തന്നെ ഞാൻ എൻ്റെ ഭാര്യയോടും മകനോടും ഇക്കാര്യം പറഞ്ഞു. അവരെൻ്റെ വാക്കുകളെ വിശ്വസിച്ചില്ല. എൻ്റെ തോന്നലായിരിക്കുമെന്നും സ്വപ്നമായിരിക്കുമെന്നെല്ലാം പറഞ്ഞ് ആ ഒരു കാര്യത്തിന് അവർ രണ്ടാളും യാതൊരു പ്രസക്തിയും നൽകിയില്ല. പിന്നീട് ആ ഒരു അനുഭവം ഒരു ദുസ്വപ്നമായിരിക്കുമെന്നോർത്ത് ഞാനും അങ്ങ് സമാധാനിച്ചു. പക്ഷേ പകല് പോലും കായലിലേക്ക് നോക്കാൻ എനിക്ക് പേടി തോന്നി തുടങ്ങിയിരുന്നു. അന്ന് വൈകിട്ട് മഴ മാറി. ഒരു മങ്ങിയ വെയിലെറിച്ചു. മാളത്തിൽ നിന്ന് എലി പുറത്തേക്കിറങ്ങുന്നത് പോലെ കായലിറമ്പത്തുള്ള വീടുകളിൽ നിന്ന് എൻ്റെ കൂട്ടുകാരെല്ലാം പുറത്തേക്കിറങ്ങി വന്നു. ആ സമയത്ത് കായലിൽ നിന്ന് വീശിയ കാറ്റിന് വല്ലാത്തൊരു ദുർഗന്ധമുണ്ടായിരുന്നു. മഴ കാരണം വീടിന് പുറത്തിറങ്ങാതെ അകത്ത് ചടഞ്ഞുകൂടിയ അയൽവാസികളായ എൻ്റെ സുഹൃത്തുക്കൾ നേരിയ ആ വെയിലിൽ വെളുക്കിനെ ചിരിച്ചുകൊണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് ഒരു ഓലക്കീറും എടുത്തുകൊണ്ട് സ്ഥിരം ചീട്ട് കളിക്കുന്ന സ്ഥലത്തേക്ക് നടന്നു. എല്ലാവരുടെയും കീശ കാലിയായിരുന്നതിനാൽ 3000 കളി ഉപേക്ഷിച്ച് സെറ്റ് കളിക്കാനായി അവരെല്ലാവരും കണ്ടൽക്കാടിനടുത്തായിരുന്നു. കഴിഞ്ഞ രാത്രിയിൽ എനിക്കുണ്ടായ ആ ഭയപ്പെടുത്തുന്ന അനുഭവത്തിന്റെ ഓർമ്മയൊന്ന് മാറാനായി ഞാനും അവരുടെ അടുത്തേക്ക് ചെന്നു. ചീട്ടുകളിക്കിടയിൽ ഞാൻ ആ സംഭവം എൻ്റെ കൂട്ടുകാരോടും പറഞ്ഞു. അവരെന്നെ കളിയാക്കി ചിരിച്ചു. ഞാനങ്ങോട്ട് വല്ലാതായി. അവരോടത് പറയേണ്ടിയില്ലായിരുന്നു എന്നോർത്തുകൊണ്ട് ഞാൻ ചീട്ടുകളി തുടർന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വീശിയടിച്ച കാറ്റിലെ ദുർഗന്ധം ഞങ്ങളെ കളി തുടരാൻ അനുവദിച്ചില്ല. പലയിടത്തായി നിന്ന് വന്ന ഒഴുക്കുവെള്ളത്തിൽ എന്തെങ്കിലും ജീവികളുടെ ചീഞ്ഞളിഞ്ഞ ശരീരം അടിഞ്ഞുകൂടിയിട്ടുണ്ടായിരിക്കുമെന്ന് ഓർത്തുകൊണ്ട് ഞങ്ങൾ മൂക്കം പൊത്തി ചീട്ടുകളി നിർത്തി എണീറ്റു. വർഷകാലത്ത് ബണ്ടിന്റെ ഷട്ടർ തുറക്കുന്ന സമയത്തുണ്ടാകുന്ന പെയ്ത്ത് വെള്ളത്തിന്റെ ഒഴുക്കിൽ പല ജീവികളുടെയും ശവശരീരങ്ങൾ കായലോർത്ത് പായലിനോടൊപ്പം അടിയാറുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും മൂക്കം പൊത്തി കരയിൽ നിന്ന് കായലിൽ അടിഞ്ഞുകൂടിയ പായലിനിടയിലേക്ക് നോക്കിക്കൊണ്ട് ചെറിയൊരു തിരച്ചിലൊക്കെ നടത്തി. ഏറെ നേരത്തെ അന്വേഷണത്തിനൊടുവിൽ കണ്ടൽക്കാട്ടിലെ മരങ്ങളുടെ വേരുകൾക്കിടയിൽ തട്ടിത്തടഞ്ഞു കിടന്ന ഒരു കറുത്ത നായയുടെ ചീഞ്ഞളിഞ്ഞ ശവശരീരം ഞങ്ങൾ ചിലർ കണ്ടെത്തി. ആ തിരച്ചിലൊന്നും പങ്കുചേരാതെ ഞാൻ കഴിഞ്ഞ ദിവസമുണ്ടായ ആ സംഭവത്തിന്റെ ഓർമ്മയിൽ കായലോരത്ത് ഒരു മൂലക്കങ്ങനെ നിന്നു. നായയുടെ ശരീരം കരയിലേക്ക് വലിച്ചു കയറ്റാൻ കൂട്ടുകാരിലൊരാൾ കങ്കാണിയെ പോയി വിളിച്ചുകൊണ്ടുവന്നു. സഹിക്കാനാവാത്ത ദുർഗന്ധ നിമിത്തം കുറച്ചകലെയുള്ള കള്ളുഷാപ്പിൽ നിന്ന് 2-3 കുപ്പി കള്ള് കങ്കാണിക്ക് മേടിച്ച് നൽകിയതിൽ പിന്നെയാണ് അതിസാഹസികമായി കങ്കാണി നായയുടെ ചീർത്ത് വീർത്ത ശരീരം മുള്ളംവായലുകൾക്കും വേരുകൾക്കും ഇടയിൽ നിന്ന് കരയ്ക്കടുപ്പിച്ച് അവിടെയുള്ള ഒരു മരത്തിനടിയിൽ കുഴിച്ചിട്ടു. എന്നിട്ടും ആ ദുർഗന്ധത്തിന് ഒരു കുറവും ഉണ്ടായില്ല. നേരിയ വെയിലിന്റെ വെളിച്ചം കുറഞ്ഞു വന്നു. മഴക്കാറ് കൊണ്ട് മാനം കറുത്തു. ചുറ്റുപാടും വ്യാപിച്ചു തുടങ്ങിയ ചെറിയ ഇരുട്ടിൽ ഒരു മിന്നായം പോലെ ഞാൻ ഇന്നലെ രാത്രി കണ്ട ആ മനുഷ്യരൂപത്തെ വീണ്ടും കണ്ടു. കായലിറമ്പത്തിൽ നിന്നുകൊണ്ട്
അയാൾ പൂവരശമരത്തിനടിയിലേക്ക് വിരൽ ചൂണ്ടി ചത്ത മീനിന്റെ പോലെയുള്ള കണ്ണുകൾ തുറച്ചു പിടിച്ചുകൊണ്ട് എന്നെ നോക്കി നിൽക്കുകയാണ്. ഞാൻ ആ നിമിഷം കൈ ഉടഞ്ഞുകൊണ്ട് അലറിക്കരഞ്ഞു. എന്റെ വെപ്രാളം കണ്ട് കായലിറമ്പത്തിൽ നിന്ന് 2-3 പേർ എന്റെ അരികിലേക്ക് ഓടി വന്നു. ഞാൻ കിതച്ചുകൊണ്ട് അയാൾ നിന്ന ആ ഭാഗത്തേക്ക് കൈ ചൂണ്ടിക്കാണിച്ചു. ഭയത്താൽ എന്റെ വായിൽ നിന്ന് വ്യക്തമായ സംസാരമൊന്നും പുറത്തേക്ക് വന്നു. എന്തായാലും എന്റെ ഒരു ഭയം മാറ്റാൻ അവരെല്ലാവരും ആ പൂവരശ മരത്തിനടുത്തേക്ക് നടന്നെടുത്തു. മരത്തിനോടടുക്കും തോറും ദുർഗന്ധം കൂടിക്കൂടി വന്നു. വയറ്റിൽ കിടക്കുന്ന കുടലും മണ്ടവും പുറത്തു വരുന്ന രീതിയിലുള്ള ഒരു ഓക്കാനം മിക്കവർക്കും അനുഭവപ്പെട്ടു. നേരത്തെ ഇരുട്ടിൽ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുവൻ മരത്തിനടിയിൽ അടിഞ്ഞുകൂടിയ പായലിനിടയിലേക്ക് ടോർച്ചടിച്ചു. അതോടെ അവനും എന്നെപ്പോലെ തന്നെ അലറിക്കരഞ്ഞുകൊണ്ട് പിന്നോട്ട് പാഞ്ഞു. ഞാൻ അപ്പോഴേ ഓടി എൻ്റെ വീടിൻ്റെ പിന്നാമ്പുറത്തെ വരാന്തയിൽ സ്ഥാനം പിടിച്ചിരുന്നു. അവൻ്റെയും എൻ്റെയും അലർച്ച കാരണം ഇരുട്ടായിരുന്നിട്ട് കൂടിയും ആ സമയം കായലിറമ്പത്ത് വലിയൊരു ജനക്കൂട്ടം തടിച്ചുകൂടി. ഓടി വന്നവരുടെ ടോർച്ച് വെട്ടത്തിൽ കായലോടത്തെ പൂവരശമരത്തിന്റെ ചില്ലകൾ ചാഞ്ഞു കിടക്കുന്നതിന് തൊട്ട് താഴെയായി അല്പം മാറിക്കിടക്കുന്ന പായലിനിടയിൽ തടിച്ച് ചീർത്ത് വീർത്ത ഒരാളുടെ തലഭാഗം തെളിഞ്ഞു കാണപ്പെട്ടു. മനസ്സിന് കട്ടിയില്ലാത്ത എന്നെപ്പോലുള്ള ചിലരെല്ലാം അപ്പോഴേ അവിടെ നിന്ന് ഓടി മാറി. കമ്പും കോലുമൊക്കെയിട്ട് പായൽ ഓരോന്നായി പൊക്കി മാറ്റിയപ്പോൾ വെള്ളത്തിൽ കിടന്ന ആ ശവശരീരം ഒരു 10-60 വയസ്സ് തോന്നിക്കുന്ന ഒരു വൃദ്ധൻ്റെതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അയാളുടെ ചീർത്ത് വീർത്ത മൃതശരീരം വെള്ളത്തിൽ നിന്ന് പൊക്കിക്കയറ്റാൻ കങ്കാണിയുടെ സഹായം പലരും ചോദിച്ചു. ബുദ്ധിക്ക് അല്പം കുറവുണ്ടായിരുന്നെങ്കിലും കങ്കാണിക്ക് ധൈര്യത്തിന് ഒരു കുറവുമില്ലായിരുന്നു. അനേകം പേരുടെ ടോർച്ച് വെട്ടത്തിൽ അപ്പോഴും കള്ളിന്റെ കെട്ടിറങ്ങാതെ നിന്ന കങ്കാണി കായലിലേക്ക് ഇറങ്ങിച്ചെന്നു. സഹിക്കാനാവാത്ത ദുർഗന്ധത്തിന് കട്ടി കൂടി വന്നു. കായലിറമ്പത്തെ തെങ്ങിനോട് ചേർന്ന് ഒരു ചെറിയ വള്ളം ആ സമയം കെട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഷോക്കടിച്ചതുപോലെ വരാന്തയിൽ നിന്നുകൊണ്ട് കായലിറമ്പത്തെ ആൾക്കൂട്ടത്തിലേക്ക് നോക്കി നിന്നു. കങ്കാണി അവന്റെ വയറ്റിൽ കിടക്കുന്ന കള്ളിന്റെ ധൈര്യത്തിന്റെ പുറത്ത് ഒരു മടിയും കൂടാതെ കമ്പും കോലുമൊക്കെയിട്ട് കുത്തിപ്പൊക്കി ആ ശവശരീരം വള്ളത്തിലേക്ക് കയറ്റി. ആ സമയം നന്നായി പ്രകാശിച്ച ആരുടെയോ ടോർച്ച് വെട്ടത്തിൽ ഞാൻ ആ ആളുടെ ഡെഡ് ബോഡി കണ്ടു. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ കണ്ട അതേ കോലം, തടിച്ച് വീർത്ത് കറുത്ത ഒരു ശരീരം, അരക്കയൻ ഷർട്ട്, അരയിൽ വെളുത്ത ട്രൗസർ, എന്റെ നെഞ്ച് കത്തിക്കാളി. പേടിച്ചരണ്ടുപോയ ഞാൻ വരാന്തയിൽ തൂൾ പിടിച്ച് വീഴാതങ്ങനെ നിന്നു. എങ്ങനെയോ കായൽ വീണ ചത്ത ഒരാൾ വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ എങ്ങു നിന്നോ ഒഴുകി വന്ന് ഇവിടെ ഈ കായലിറമ്പത്തടിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഇറയത്ത് കിടന്ന സമയത്ത് കുറച്ചകലെയായി ആ പൂവരശിന്റെ അടിയിൽ പായലിനിടയ്ക്ക് അയാളുടെ ശവശരീരവും കിടപ്പുണ്ടായിരുന്നു. അയാളുടെ ആത്മാവ് എൻ്റെ അരികിൽ വന്ന് എന്നെ കാണിച്ചു തരാനായി ശ്രമിച്ചത് അയാളുടെ ശവശരീരത്തെയായിരുന്നു. ആ തിരിച്ചറിവിൽ എൻ്റെ ശരീരം വെട്ടിവിയർത്തു. കായലിറമ്പത്ത് കൂടി നിന്ന ചിലരുടെ ഉപദേശപ്രകാരം കങ്കാണി ആ ശവശരീരത്തെ വള്ളത്തിൽ കയറ്റി കുറച്ചങ്ങ് മാറി ഒഴുക്കി വിടാൻ തീരുമാനിച്ചു. ധൈര്യമുള്ള കങ്കാണിക്ക് ബുദ്ധി അല്പം കുറവായിരുന്നല്ലോ. അവൻ ആ മൃതശരീരവും വഹിച്ചുകൊണ്ട് വഞ്ചിയിൽ കുറച്ച് മുന്നോട്ട് പോയി. അതെവിടെയോ ഒഴുക്കി അവൻ തിരിച്ചു വന്നു. അപ്പോഴും കായലിനരികിൽ കൂട്ടം കൂടിയ ആൾക്കൂട്ടം പിരിഞ്ഞു പോയിട്ടില്ലായിരുന്നു. വള്ളം കരയിലെ തെങ്ങിൻകുറ്റിയിൽ കെട്ടിയിട്ടതിന് ശേഷം കങ്കാണി കഴുത്തറ്റം വെള്ളത്തിൽ ഇറങ്ങി നിന്ന് കായലിൽ മുങ്ങിക്കുളിച്ചു. അപ്പോഴും വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ടായിരുന്നു. എത്ര കുളിച്ചിട്ടും കങ്കാണിക്ക് മതിയാകുന്നില്ലായിരുന്നു. കരയിൽ നിന്നവർ കയറിപ്പോരാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടും കങ്കാണി മുങ്ങിക്കുളിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ പലതവണ മുങ്ങി നിവർന്ന കങ്കാണിയുടെ തലക്ക് മുകളിലായി വീണ്ടും വെള്ളത്തിൽ ഒഴുക്കിവിട്ട ആ ശവശരീരം ഒഴുകി വന്ന് തട്ടിത്തടഞ്ഞു നിന്നു. കള്ളിന്റെ കെട്ടിവിട്ടതുകൊണ്ടാകാം കങ്കാണി അലറി കരഞ്ഞുകൊണ്ട് പിന്നോട്ട് നീന്തി മാറി. നേരത്തെ കങ്കാണി അയാളുടെ ശരീരത്തെ ഒഴുകി വന്ന വെള്ളപ്പാച്ചിലിന്റെ കുറച്ച് പുറകിലായിട്ടാണ് ഒഴുക്കിവിട്ടത്. വീണ്ടും ആ മൃതശരീരം ഒഴുക്കിൽപ്പെട്ട് പഴയ സ്ഥലത്ത് തന്നെ ഒഴുകി വന്നു. ഈ സമയത്തിനിടയിൽ ഇക്കാര്യം ആരോ പോലീസിൽ അറിയിച്ചിരുന്നു. ഒരു വണ്ടി പോലീസ് അവിടെ വന്ന് നിന്നതോടെ കങ്കാണി കായൽ നിന്ന് ചാടി കരയിലേക്ക് കയറി. പിന്നീട് അല്പനേരത്തിന് ശേഷം ഒരു ആംബുലൻസ് അങ്ങോട്ടേക്ക് വന്നു. കൂടി നിന്നവരോട് പോലീസ് യജമാന്മാർ എന്തെല്ലാമോ അന്വേഷിച്ചു. വീണ്ടും
കങ്കാണിക്ക് 2 കുപ്പി കള്ള് വാങ്ങി നൽകി ആ മൃതശരീരത്തെ കായലിൽ നിന്ന് പൊക്കി കരയിലെത്തിച്ചു. അതിനുശേഷം പോലീസ് അമ്മമാരുടെ സഹായത്തോടെ ബോഡി ആംബുലൻസിൽ കയറ്റി സർക്കാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഈ ഒരു സംഭവത്തോടു കൂടി എനിക്ക് പിന്നീട് കായലിൽ മീൻ പിടിക്കാൻ പോകാൻ പോലും പേടിയായിരുന്നു. നിരന്തരമായുള്ള വഴിപാടും പ്രാർത്ഥനയ്ക്കും ശേഷമാണ് എൻ്റെ മനസ്സിൽ കൂടുകൂട്ടിയ ഭയത്തിന് ലേശം കുറവുണ്ടായത്. പിന്നീട് മീൻ പിടിക്കാൻ പോയി തുടങ്ങിയെങ്കിലും ഞാൻ എൻ്റെ വീടിൻ്റെ പിന്നാമ്പുറത്തുള്ള വരാന്തയിലുള്ള ആ കിടപ്പ് അതങ്ങ് നിർത്തി. ഇത് ദിവാകരേട്ടൻ എഴുതി അയച്ച ഒരു അനുഭവമാണ്. അദ്ദേഹത്തിൻ്റെ ഈ അനുഭവം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ഞാൻ നിങ്ങളോട് പറയാം. എൻ്റെ പേര് ദിവാകരൻ. ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി എന്ന സ്ഥലത്താണ് എൻ്റെ താമസം. ഈ സംഭവം നടക്കുന്നത് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് എനിക്കൊരു 23 വയസ്സ് പ്രായം കാണും. എനിക്കന്ന് സ്വന്തമായി ഒരു പെട്ടിയോട്ടമുണ്ട്. എൻ്റെ വീടിനടുത്ത് തന്നെയുള്ള കയറ് ഫാക്ടറിയിലേക്ക് ചകിരിയും കയറും കൊണ്ടെത്തിക്കാനും പിന്നെ എൻ്റെ വീടിന് ചുറ്റുവട്ടത്ത് തന്നെയുള്ള കടകളിലേക്ക് രാവിലെ പാലെത്തിക്കാനുമായിട്ടാണ് ഞാൻ എൻ്റെ ഈ വണ്ടി ഉപയോഗിച്ചിരുന്നത്. ഈ സംഭവം പറയുന്നതിനോടൊപ്പം തന്നെ എനിക്ക് നിങ്ങളോട് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. അക്കാലത്ത് ഞാൻ ചിലപ്പോഴെല്ലാം വേലായുധൻ എന്ന പേരുള്ള എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ അവൻ്റെ ലോറിയിൽ ഒരു സഹായിയായി പോകുമായിരുന്നു. അവനൊരു സ്വഭാവമുണ്ടേ. ദൂരെ എവിടെയെങ്കിലും ഓട്ടത്തിന് പോയി തിരിച്ചു വരുന്ന കൂട്ടത്തിൽ ഇടവഴിയിലുള്ള വീടുകൾ കാണുന്ന കമ്പി കൊണ്ടുള്ള കോഴിക്കൂട്, മുറ്റത്തിരിക്കുന്ന പാത്രങ്ങൾ ഇതെല്ലാം അവൻ പൊക്കി വണ്ടിയിലിട്ട് കൊണ്ടുപോകും. ഇങ്ങനെ ചെയ്യുന്നതിൽ ഞാൻ അവന് വഴക്കിടാറുണ്ടെങ്കിലും അവനത് കേൾക്കാറില്ലായിരുന്നു. അങ്ങനെ ഈ സാധനങ്ങളെല്ലാം അവൻ ആക്രിക്കടയിലോ അതുമല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമൊക്കെ വിറ്റ് പൈസ ഉണ്ടാക്കും. അവൻ്റെ ഭാഗ്യം കൊണ്ടായിരിക്കാം ഈ ചെറിയ മോഷണങ്ങളിലൊന്നും അവൻ പിടിക്കപ്പെടാറില്ലായിരുന്നു. അവൻ്റെ കൂടെ കൂടി എനിക്കും ഈ സ്വഭാവം വന്നു ചേർന്നു. ലോഡും കൊണ്ട് പോകുന്നത് ഒത്തിരി ദൂരത്തേക്കാണെങ്കിൽ തിരിച്ചു വരുന്ന വഴി ഇരുട്ടാണെങ്കിൽ ഞാനും റോഡിനരികിൽ കാണുന്ന വീടിൻ്റെ മുറ്റത്ത് നിന്ന് പാത്രങ്ങൾ, കോഴിക്കൂട്, തടി എന്നിവ അടിച്ചു മാറ്റാൻ തുടങ്ങി. സത്യത്തിൽ ഇങ്ങനെ ചെയ്യുന്നതിൽ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നിയിരുന്നു. പക്ഷെ എന്തു ചെയ്യാം, വേലായുധനിലെ ഈ അസുഖം എന്നിൽ വല്ലാതങ്ങ് ബാധിച്ചു പോയിരുന്നു. അന്നൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. ഞാൻ മുല്ലക്കലുള്ള ഒരു തടുക്ക് ഫാക്ടറിയിലേക്ക് കയറ് കൊടുത്തിട്ട് മടങ്ങി വരികയായിരുന്നു. രാത്രി ഒരു 10 മണി കഴിഞ്ഞിട്ടുണ്ട്. തലവടി കവലയിൽ നിന്ന് വണ്ടി വടക്കോട്ട് തിരിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ചെറുപ്പക്കാരൻ എൻ്റെ വണ്ടിക്ക് മുന്നിലേക്ക് ചാടി വീണു. ഞാൻ സഡൻ ബ്രേക്കിട്ട് വണ്ടി നിർത്തി. പെട്ടെന്നുണ്ടായ ബ്രേക്ക് പിടുത്തത്തിൽ എൻ്റെ തല മുന്നിലുള്ള കമ്പിയിൽ തട്ടി നന്നായി വേദനിച്ചു. ഞാൻ വേഗത്തിൽ വണ്ടിയിൽ നിന്നിറങ്ങി അവൻ്റെ ചെകിട് നോക്കി 2 കൊടുക്കാമെന്നോർത്ത് കൈ ഓങ്ങിയപ്പോഴേക്കും അവൻ ചാടി വണ്ടിയിൽ കയറി മുൻ സീറ്റിൽ തന്നെ അല്പം മാറി അങ്ങ് ഇരിപ്പുറപ്പിച്ചു. ആ ചെക്കൻ്റെ പെട്ടെന്നുള്ള നീക്കം എന്നെ വല്ലാതെ അതിശയിപ്പിച്ചു. ചേട്ടാ, വേഗം വണ്ടി വിട്, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. അവൻ വല്ലാത്ത തിടുക്കത്തിലായിരുന്നു. ഏകദേശം ആ പയ്യന് ഒരു 20 വയസ്സ് പ്രായം കാണും. അവൻ്റെ ആ തിടുക്കം കണ്ട് ഞാൻ അവനോട് പറഞ്ഞു, എടാ, ഇത് ടാക്സിയോ ഓട്ടോയോ അല്ല, നിനക്ക് ലിഫ്റ്റ് തരാൻ. നിനക്ക് തെറ്റിപ്പോയതാ, നീ വേഗം വണ്ടിയിൽ നിന്നിറങ്ങ്. അവനത് കേട്ടിട്ടും ഇറങ്ങാൻ കൂട്ടാക്കിയില്ല. എനിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. കാരണം വരുന്ന വഴിയിൽ ഒരു സ്ഥലത്തായി റോഡിന് സൈഡിൽ തന്നെ നല്ല പച്ച തെങ്ങിൻ മുട്ടികൾ അടുക്കി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടതായിരുന്നു. അതിൽ 3-4 പൊക്കാൻ ഞാൻ എൻ്റെ മനസ്സിൽ പ്ലാൻ ഇട്ടിരുന്നു. ഈ ചെക്കൻ കൂട്ടത്തിലുണ്ടെങ്കിൽ എൻ്റെ ആ പ്ലാൻ പൊളിയും. ഞാൻ വീണ്ടും അവനോട് വണ്ടിയിൽ നിന്നിറങ്ങാൻ പറഞ്ഞു. അവനാണെങ്കിൽ കേട്ട ഭാവം നടിക്കുന്നില്ല. ഒന്ന് വണ്ടി വിട്, വേഗം ചെന്നില്ലെങ്കിൽ ശരിയാവില്ല. അവൻ്റെ ആ വെപ്രാളം കണ്ടപ്പോൾ എനിക്കെന്തോ പന്തികേട് തോന്നി. എന്താടാ പ്രശ്നം? നീ കാര്യം പറ. കാര്യം ഞാൻ പിന്നെ പറയാം. ചേട്ടൻ വേഗം ഈ വണ്ടി ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വിട്. അവൻ്റെ മുഖത്തെ ഭാവമാറ്റം കണ്ടപ്പോൾ പിന്നെ എനിക്കൊന്നും ചോദിക്കാൻ തോന്നിയില്ല. ഞാൻ അവൻ പറഞ്ഞ വഴികളിലൂടെ വണ്ടി ഓടിക്കാൻ തുടങ്ങി. എൻ്റെ അരികിലിരുന്ന അവൻ്റെ ഷട്ടിൽ നിന്ന് വല്ലാത്തൊരു സാമ്പ്രാണിത്തിരിയുടെ മണം വരുന്നുണ്ടായിരുന്നു. ആ യാത്രയിൽ ഞാൻ അവനോട് പലതും ചോദിച്ചെങ്കിലും അവൻ മുന്നിലേക്ക് നോക്കിക്കൊണ്ട് ഒരേ ഇരിപ്പായിരുന്നു. അവൻ്റെ ദേഹത്തു നിന്നുള്ള ആ സാമ്പ്രാണിത്തിരിയുടെ മണം എന്നെ വല്ലാതെ മത്തുപിടിപ്പിച്ചു. എനിക്ക് തലവേദന അനുഭവപ്പെടാൻ തുടങ്ങിയിരുന്നു. വണ്ടി വഴിവിളക്കുകളില്ലാത്ത ഊട് വഴികളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അല്പസമയത്തിന് ശേഷം അവൻ പറഞ്ഞ ഒരു പാടവരമ്പത്ത് ഞാൻ എൻ്റെ വണ്ടി നിർത്തി. പാടവരമ്പത്ത്
കലുങ്കിനടുത്തായി ഒരു ബൈക്ക് മറിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. മറിഞ്ഞു കിടന്ന ബൈക്കിനടിയിൽ ഒരു ചെറുപ്പക്കാരൻ ബോധമില്ലാതെ കിടക്കുന്നു. ഇരുട്ടിൽ കാഴ്ചകൾ അവ്യക്തമാണ്. ചേട്ടാ, ഒന്ന് സഹായിക്ക്. അവനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഞങ്ങൾ ഒരു സിനിമ കണ്ടുവരുന്ന വഴിക്കായിരുന്നു. വണ്ടി ഗട്ടറിൽ കയറി കലുങ്കിൽ തട്ടി മറിഞ്ഞതാ. ഞാൻ ഒത്തിരി പേരോട് കെഞ്ചി ഒന്ന് സഹായിക്കാൻ. വർത്തമാനം പറഞ്ഞു നിൽക്കാൻ നേരമില്ല. ഒന്ന് സഹായിക്ക്. അവൻ നിർത്താതെ ദയനീയമായി പറഞ്ഞുകൊണ്ടേയിരുന്നു. താഴെ വീണ് കിടക്കുന്ന ആളിന് നേരിയ ശ്വാസമേ ഉള്ളൂ. ദൈവമേ, ഇത് വല്ലാത്തൊരു പ്രശ്നത്തിലാണല്ലോ ചെന്ന് പെട്ടിരിക്കുന്നത്. ഇനി സഹായിക്കാൻ ചെന്നാള് ആപ്പിലാവുമോ? ഞാൻ അവനോട് ചോദിച്ചു. അവൻ മൗനം തന്നെ. ഞാൻ ഒറ്റയ്ക്ക് ഒരു വിധത്തിൽ ആ ബൈക്കിന് താഴെ കിടക്കുന്ന പയ്യന്റെ മുകളിൽ നിന്ന് ബൈക്ക് തള്ളി മാറ്റി. താഴെ കിടന്ന പയ്യൻ അപ്പോഴും ഞെരങ്ങുകയും മൂളുകയും ചെയ്യുന്നുണ്ടായിരുന്നു. വേഗം ചേട്ടാ, ഒന്ന് വേഗമാകട്ടെ. അവൻ തിടുക്കം കൂട്ടുന്നുണ്ടെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാൻ അവൻ മുതിരാത്തതിൽ എനിക്ക് അവനോട് ദേഷ്യം തോന്നി. നീയും കൂടി വന്ന് സഹായിക്ക്, ഞാൻ ഇത്തിരി ഉച്ചത്തിൽ പറഞ്ഞു. പക്ഷേ അവൻ അവിടെ തന്നെ നിന്നതേയുള്ളൂ. ഒടുവിൽ ഞാൻ ആ താഴെ കിടന്ന പയ്യനെ ഒരു വിധത്തിൽ തോൾ ചുമന്ന് എൻ്റെ പെട്ടിവണ്ടിയുടെ പുറകിൽ കൊണ്ടുവന്ന് കിടത്തി. ഇവൻ രക്ഷപ്പെടുമോ? ഇവന്റെ അവസ്ഥ തീരെ മോശമാ. ഇതൊക്കെ കഴിഞ്ഞ് എന്നെ ഈ പ്രശ്നത്തിലേക്ക് വലിച്ചിഴക്കല്ലേ. കേസിന് പോകാനൊന്നും എൻ്റെ കയ്യിൽ പണമില്ല, ആളുമില്ല. കെട്ടിയോളും 2 പിള്ളേരുമുള്ള ആളാ. വണ്ടിക്ക് പുറത്തു നിന്ന് അവനോട് ഞാൻ എൻ്റെ അവസ്ഥ പറഞ്ഞു. അവൻ നൊടിയിടയിൽ വണ്ടിയുടെ പിന്നിൽ കിടത്തിയ അവൻ്റെ കൂട്ടുകാരൻ്റെ തലയ്ക്കൽ വന്ന് സ്ഥാനം പിടിച്ചു. പിന്നെ ഒട്ടും താമസിക്കാതെ വണ്ടി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ലക്ഷ്യമാക്കി പാഞ്ഞു. എൻ്റെ നെഞ്ച് വല്ലാതെ പിടക്കാൻ തുടങ്ങി. ദൈവമേ, അകത്ത് കിടക്കുന്ന പയ്യന് വല്ലതും പറ്റിയാൽ എന്ത് ചെയ്യും? ഇതിലൊന്നും തലയിടേണ്ട യാതൊരു കാര്യവുമില്ലായിരുന്നു. എൻ്റെ ഭഗവാനെ, അവനെ കാത്തോളണേ. ഇപ്പൊ അവനെയും നോക്കി അവൻ്റെ വീടിൻ്റെ ഉമ്മറപ്പടിയിൽ അമ്മയോ അച്ഛനോ നോക്കിയിരിപ്പുണ്ടായിരിക്കും. എൻ്റെ മനസ്സിലൂടെ അങ്ങനെ പലവിധ ചിന്തകൾ പാഞ്ഞുപോയി. അങ്ങനെ വണ്ടി ഹോസ്പിറ്റലിന്റെ മുന്നിൽ ചെന്ന് നിന്നു. ഞാൻ ഒച്ച വെച്ച ആളെ കൂട്ടി. ചോരയിൽ കുളിച്ചു കിടന്ന അവനെ ഉടൻ തന്നെ അവിടെയുള്ളവർ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. എൻ്റെ കണ്ണുകൾ എൻ്റെ കൂടെ വന്ന ആ പയ്യനെ തിരഞ്ഞു. അവനെ അവിടെ എങ്ങും കണ്ടില്ല. എന്നാലും ആ ചെറുക്കൻ പണി പറ്റിച്ചു കളഞ്ഞല്ലോ. ഇതെൻ്റെ തലയിൽ വെച്ച് തന്നിട്ട് അവൻ തടി തപ്പിയോ? ഞാൻ അവിടെ നിന്നവരോടെല്ലാം ആ ചെക്കനെ പറ്റി അന്വേഷിച്ചു. പക്ഷേ അവരാരും അവനെ കണ്ടില്ലെന്ന് പറഞ്ഞു. എനിക്ക് ആ പയ്യനോട് വല്ലാത്ത ദേഷ്യം തോന്നി. എൻ്റെ കൈവശമാണെങ്കിൽ വെറും 200 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനിടയിൽ ആക്സിഡന്റ് പറ്റി കൊണ്ടുവന്ന ആ പയ്യന് ഞാൻ എൻ്റെ രക്തവും കൊടുത്തു. ഒടുക്കം ആ ചെക്കനിട്ടിരുന്ന പാൻറിൽ സൂക്ഷിച്ചിരുന്ന പേഴ്സിൽ നിന്ന് ചില അഡ്രസ്സും ഫോൺ നമ്പറും കിട്ടി. ഉടനെ തന്നെ അവിടെയുള്ളൊരു നഴ്സ് ആ നമ്പറിൽ വിളിച്ച് കാര്യം പറഞ്ഞു. അങ്ങനെ അവൻ്റെ അച്ഛനും സഹോദരനും അവിടെ എത്തി. എന്നോട് സംഭവത്തെപ്പറ്റി അന്വേഷിച്ചു. ഞാൻ നടന്ന സംഭവങ്ങൾ വള്ളി പുള്ളി തെറ്റാതെ അവരോട് പറഞ്ഞു കളിപ്പിച്ചു. എന്നാലും ഞാൻ ആ മൂന്നാമനെയായിരുന്നു അന്വേഷിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ നേരം വെളുത്തു. ഒരു 4 മണിയായിട്ടുണ്ടാവും. ഉറക്കച്ചടവോടെ ഞാൻ അവൻ്റെ അച്ഛനോടൊപ്പം അവിടെയുള്ളൊരു ബെഞ്ചിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അകത്തു നിന്ന് ഒരു ഡോക്ടർ ഞങ്ങളുടെ അരികിലേക്ക് വന്നു. അവൻ അപകടനില തരണം ചെയ്തിരിക്കുന്നുവെന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ അകത്ത് കിടന്ന ആ ചെക്കൻ്റെ അച്ഛൻ്റെയും സഹോദരൻ്റെയും മുഖത്ത് ഒരു ആശ്വാസം നിഴലിച്ചു. ഒപ്പം തന്നെ എനിക്കും വലിയ സമാധാനമായി. തക്ക സമയത്ത് നിങ്ങൾ എൻ്റെ മോനെ ഇവിടെ എത്തിച്ചതുകൊണ്ടാണ് അവനെ ഞങ്ങൾക്ക് ജീവനോട് തിരിച്ചു കിട്ടിയതെന്ന് പറഞ്ഞ് ആ ചെക്കൻ്റെ അച്ഛൻ എന്നെ കെട്ടിപ്പിടിച്ച് ഏങ്ങി ഏങ്ങി കരഞ്ഞു. അല്പനേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലേക്ക് വരുന്ന ആ ഓട് വഴിയിൽ കഴിഞ്ഞ രാത്രിയിൽ ആക്സിഡന്റ് ഉണ്ടായ ആ സ്ഥലത്ത് ഒരാൾക്കൂട്ടം. ഞാൻ വണ്ടി നിർത്തി അങ്ങോട്ട് ചെന്നു. അവിടെ ആ ബൈക്ക് മറിഞ്ഞു കിടന്നതിന് അല്പം ദൂരെയായി മയിൽക്കുറ്റിയിൽ തലയിടിച്ച് ഒരു ചെറുപ്പക്കാരൻ കമിഴ്ന്ന് കിടപ്പുണ്ടായിരുന്നു. ആ കാഴ്ച കണ്ടപ്പോഴേ എൻ്റെ നെഞ്ച് വേഗത്തിലിടിക്കാൻ തുടങ്ങി. അവൻ ഉടുത്തിരിക്കുന്ന ആ ഡ്രസ്സ് കണ്ടപ്പോൾ എൻ്റെ നെഞ്ചിൽ ഒരു വെള്ളിടി വെട്ടി. അപ്പോഴേക്കും 2 പോലീസുകാർ ആ മൃതദേഹത്തെ ഒരു സ്ട്രെച്ചറിലേക്ക് എടുത്തു മാറ്റി. ഞാൻ അവൻ്റെ മുഖത്തേക്ക് ഒരു തവണയെ നോക്കിയുള്ളൂ. കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ പയ്യൻ. അവൻ്റെ മുഖത്ത് ഉണങ്ങിയ ചോരപ്പാടുകൾ ഉണ്ടായിരുന്നിട്ട് കൂടിയും ഞാൻ അവനെ തിരിച്ചറിഞ്ഞു. എനിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി.
അപ്പോൾ ഇന്നലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന, എൻ്റെ ഒപ്പം സഞ്ചരിച്ച ആ ചെറുപ്പക്കാരൻ നേരത്തെ തന്നെ മരിച്ചിരുന്നു. അപകടത്തിൽപ്പെട്ട അവൻ്റെ കൂട്ടുകാരൻ്റെ ജീവൻ രക്ഷിക്കാനായി അവൻ എൻ്റെ കൂടെ കൂടി ഇവിടെ എന്നെ എത്തിച്ചു. ആ തിരിച്ചറിവിൽ ഞാൻ മരച്ചു കോച്ചി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് കൂടിയും എൻ്റെ മൂക്കിലേക്കടിച്ച കാറ്റിൽ മനം മടുപ്പിക്കുന്ന സാമ്പ്രാണിത്തിരികളുടെ ഗന്ധമുണ്ടായിരുന്നു. ആ മൂന്നാമൻ്റെ മുഖം ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല, ഇനിയൊട്ട് മറക്കത്തുമില്ല. മരിച്ച ശരീരത്തിൽ നിന്ന് വേറുപെട്ടൊരു ആത്മാവായി മാറിയിട്ട് കൂടിയും തൻ്റെ കൂട്ടുകാരൻ്റെ ജീവൻ രക്ഷിക്കാൻ മനസ്സ് കാണിച്ച ആ മൂന്നാമനെ മറക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏതനുഭവമാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നാൽ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ.